ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിലയും അനീഷിനെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ നോമിനേഷൻ ശരിയല്ലെന്ന് വാദിച്ചുകൊണ്ട് ഞാൻ ജയിലിൽ പോകാൻ അർഹനാണ്, അല്ലെങ്കിൽ എനിക്ക് ജയിലിൽ പോകാനുള്ള തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ ആദിൽ തെറ്റുകൾ ചെയ്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അനീഷ് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. ജയിലിലേക്ക് അനീഷിനെയും ആദിലയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ജയിലിൽ അനീഷിനെ നോമിനേറ്റ് ചെയ്തത് ടാസ്കിൽ മുടി കണ്ടു എന്നും അനീഷ് കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞു, കുപ്പി ചവിട്ടി, അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ട് അനീഷ്. അതുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ താൻ തയ്യാറാണ്, താനായിരിക്കും ജയിലിൽ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് അനീഷിന് നേരത്തെ അറിയായിരുന്നു. എന്നാൽ ആദില എന്തിനാണ് നിങ്ങൾ ആദില ഇട്ടെന്ന് ഷാനവാസിനോട് ചോദിക്കുകയാണ് അനീഷ്. ആദില ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് അനീഷ് പറയുമ്പോൾ, ആദിലയേക്കാൾ കൂടുതൽ തെറ്റുകൾ ചെയ്ത് അല്ലെങ്കിൽ ടാസ്ക് മോശമായിട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, അവരെ നോമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജയിലിലേക്ക് ഇടാമായിരുന്നു, എന്തിനാണ് ആദിലയെ ഇട്ടത്? അപ്പോൾ ഷാനവാസ് പറയുന്നത്, ഞാനാണ് ആദിലയെ ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്തത്, അനീഷിനെ നിന്നെയും നോമിനേറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്, ആദിലയും ആദ്യം നോമിനേറ്റ് ചെയ്തത് ഞാനാണ്, ആദിലയും നീയും തമ്മിലുള്ള പ്രശ്നം തീരട്ടെ, നിങ്ങൾ ജയിലിൽ പോയി ഒന്ന് സംസാരിക്കുക, പ്രശ്നം തീരട്ടെ എന്ന് കരുതി തന്നെ മനഃപൂർവ്വം ഇട്ടതാണ് എന്നുള്ള മറുപടിയാണ് അനീഷിന് ഷാനവാസ് കൊടുത്തിരിക്കുന്നത്. അതേ തുടർന്ന് എല്ലാ കുടുംബാംഗങ്ങളും അത് തന്നെ ചെയ്തു. പക്ഷേ ഇവർ ചൂണ്ടിക്കാട്ടിയ തെറ്റ് മറ്റൊരു തരത്തിലാണെന്ന് മാത്രം. ടാസ്കിൻ്റെ ഇടയിൽ അനീഷിനെ തെറി പറഞ്ഞതും അനീഷിൻ്റെ മുതുകത്തിട്ട് ആദില അടിച്ചതും തെറി പറഞ്ഞതുമാണ് മറ്റു കുടുംബങ്ങളെല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് നോമിനേറ്റ് ചെയ്തത് ആദിലയെ. എന്നാൽ അനീഷ് പറയുന്നത് അത് ആവശ്യമില്ലായിരുന്നു, എന്തിനാണ്, ഞാനത് മനസ്സിൽ പോലും വെച്ചിട്ടില്ല, ആ ഒരു കാര്യം നിങ്ങൾ നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് എത്തിയിരുന്നു. പിന്നീട് ഇവർ ജയിലിൽ പോയി. ഇവർ രണ്ടാളും തമ്മിലുള്ള ഒരു വഴക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വഴക്കൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ജയിലിൽ നടക്കുന്നത്. രണ്ടാളും തമ്മിൽ ഭയങ്കര സ്നേഹം. ആദിലയെ സംബന്ധിച്ച് ഈ ഒരു വിഷയം കുടുംബാംഗങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതെന്തായാലും പുറത്ത് ചർച്ചയായിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ പുറത്ത് അധികം തനിക്ക് നെഗറ്റീവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മനീഷുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ജയിലിലേക്ക് പോകുന്നത്. അത് നൂറായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ അതിൽ ഭയങ്കര ആക്ടിങ് ആയിരുന്നു, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അനീഷായിട്ട് തന്നെ അങ്ങനെയാണ്, ഇങ്ങനെയാണ് ചോക്ലേറ്റ് തരുന്നു, ചോക്ലേറ്റ് വായിട്ട് കൊടുക്കുന്നു, ഫുൾ പക്ക അഭിനയമായിരുന്നു ആദ്യമൊക്കെ. പിന്നീട് അനീഷോട് സംസാരിച്ച് അഭിനയിച്ച് ഭയങ്കര സ്നേഹമായി മാറിയിരിക്കുകയാണ്. എന്താ വെറുത്ത് അവസാന സ്നേഹം എന്ന് പറയില്ലേ, അതേപോലെ അനീഷിൻ്റെ അടുത്ത് അനീഷിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ആദ്യം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അനീഷിനോട് സ്നേഹം അഭിനയിച്ച് നിന്ന ആദില പിന്നീട് അറിയാതെ ജയിലിലൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അനീഷിനോട് ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അനീഷിൻ്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആദില ചോദിക്കുന്നുണ്ട്. നിങ്ങളാരും സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കോമണർ ആയതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, എന്തിനാ ഇവിടെ എല്ലാവരും ഈക്വലാണ്, നമ്മളെല്ലാവരും ഓരോ പ്രോസസ്സ് കഴിഞ്ഞിട്ട് എത്തിയതല്ലേ, എന്തിനാ അങ്ങനെ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അനീഷിനെ ഉപദേശിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആദിലൊക്കെ ഇത്രയ്ക്ക് ദേഷ്യം എന്ന് വെച്ചാൽ റിപ്പീറ്റ്ലി അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാവിലെ ബാറ്ററി എടുക്കാനായിട്ട് ഇങ്ങനെ റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കും, അത് ഭയങ്കര ദേഷ്യമാണ്. നിങ്ങൾ ഒരു തവണ വന്ന് പറഞ്ഞോ ബാറ്ററി എടുക്കാൻ പറഞ്ഞിട്ട് പോയിക്കോ, നിങ്ങളിങ്ങനെ റിപ്പീറ്റ് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരണമെന്ന് ആദില അനീഷിനോട് പറയുമ്പോൾ അനീഷ് പറയണേ, ഞാൻ എൻ്റെ വീട്ടിലും ഇങ്ങനെയാണ്, എൻ്റെ അനിയൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആവും, അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എഴുന്നേക്കടാ അവനെ ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും, അത് തന്നെയായിപ്പോയി ഇവിടെ, ഞാൻ മാറ്റാൻ ശ്രമിക്കാം. ഒരുപക്ഷെ നാളത്തെ ലൈവിൽ അനീഷ് അങ്ങനെ വിളിച്ചു വരാൻ സാധ്യതയില്ല കേട്ടോ. അത്തരത്തിൽ അനീഷിനെ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അത് ചൂണ്ടിക്കാട്ടി അത് തിരുത്താനുള്ളൊരു മനസ്സുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അനീഷ് അത് തിരുത്താനും സാധ്യതയുണ്ട്. ഫാമിലി റൗണ്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത്, എൻ്റെ അച്ഛനും അമ്മയും വരുന്ന എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ വരില്ല, എൻ്റെ അനിയൻ മാത്രമേ വരാനും സാധ്യതയുള്ളൂ, അച്ഛനും അമ്മയും ഫ്ലൈറ്റിൽ നിന്ന് ഇതുവരെയും കയറിയിട്ടില്ല, വരുവാണെങ്കിൽ എനിക്ക് സന്തോഷം എന്നൊക്കെ. ബിഗ് ബോസ് അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അനീഷിൻ്റെ ഫാമിലി വരുമെന്നുള്ള കാര്യം സംശയമില്ല. അനീഷ് ടോപ്പ് 5 ഉണ്ടാവുമല്ലോ, ടോപ്പ് 5 കപ്പ് വരെ അടിക്കുമെന്ന് നമുക്കറിയില്ല, എന്താണെങ്കിലും ടോപ്പ് 5-3 എന്തായാലും അനീഷ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരിക്കും പറഞ്ഞാൽ കോമണേഴ്സിൻ്റെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് അനീഷ്. ഇത്രയും കൺഫേം ചെയ്ത് നമുക്ക് പറയാം അനീഷ് ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 3 ഉണ്ടാകും എന്നുള്ളത്. മറ്റൊരു ആഗ്രഹം കൂടി അനീഷിനുണ്ട്, ആദിലയുടെ ഉമ്മയും നൂറയുടെ ഉമ്മയും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് കയറി വരണം എന്ന്. അതാണ് അനീഷിൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരുന്നത് അനീഷേട്ടനെ ആയിരിക്കുന്നു, ഞാൻ ഒരിക്കലും മറക്കില്ല നിങ്ങളുടെ ഈ വാക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലുള്ള വഴക്കൊക്കെ അങ്ങോട്ട് കോംപ്രമൈസ് ആയി. പിന്നീട് ആദിലയും നൂറയും കൂടി ഒരുമിച്ച് പുറത്ത് കറങ്ങാൻ പോകുന്നുള്ള വിശേഷങ്ങളും അവർ രാത്രി ചായ കുടിക്കാൻ പോകുന്ന വിശേഷങ്ങളും അങ്ങനെ അവരുടേതായ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടിരിക്കുകയാണ് അനീഷ് പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ രണ്ടാളുടെ ഫാമിലിയെ കൊണ്ടുവരണമെന്ന്, അത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ചോദിക്കുകയാണ്, ഫാമിലി കൊണ്ടുവരുന്നവരെ ഞാൻ ഉണ്ടാവുമോ? അപ്പോൾ അനീഷ് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാകും. അനീഷിന് തോന്നുന്നുണ്ട് ഈ ആഴ്ച ഞാൻ പോവില്ല എന്ന്. അപ്പോൾ അനീഷ് പറയുകയാണ്, ഇല്ല അതിൽ നീ പോവില്ല, എനിക്കങ്ങനെ തോന്നുന്നു. അതിലേക്ക് വോട്ടുണ്ട്, ഒരുപാട് വോട്ടുണ്ടോയെന്ന് വെച്ചാൽ അധികം വോട്ട് സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് സപ്പോർട്ട് അതിലേക്ക് കിട്ടുന്നുണ്ട്. ഈ ആഴ്ച അതിൽ പോവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. അതിൽ പോവുകയാണെങ്കിൽ വളരെ നഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സ്വഭാവം നമുക്കും ഇഷ്ടപ്പെടില്ല, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഗെയിം കളിക്കാൻ വന്നവരല്ലേ, നമ്മൾ അവരുടെ ഗെയിം കണ്ടാൽ പോരെ. അവർ ഗെയിം കളിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കളിക്കുന്നവരൊക്കെ പുറത്താക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അയ്യോ അവർ പോകണ്ടായിരുന്നോ, ഇപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റാണ് ബിൻസിയൊക്കെ രണ്ടാമത്തെ ആഴ്ച പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് അല്ലായിരുന്നു. നല്ല രീതിയിൽ ഗെയിം എടുത്ത് വന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ബിൻസിയൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏത് ലെവലെത്തുമായിരുന്നു. അതുപോലെ ഇത് സംഭവിക്കാതിരിക്കട്ടെ. അനീഷിനെ മനസ്സിലാക്കിക്കൊണ്ട് ആദിലെത്തിയിരിക്കുകയാണ്. ആദില ഇനി ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ മാറും, അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പോയി കഴിയുമ്പോൾ മാറുമെന്നൊന്നും നമുക്കറിയില്ല. അതിലൂടെ യഥാർത്ഥ സ്വഭാവം അത്തരത്തിലാണ്, കാര്യം കഴിയുമ്പോൾ എടുത്ത് വലിച്ചെറിയാറുണ്ട്. അതുപോലെ ഇതറിയാതെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും നിലവിൽ ആദിലയും അനീഷും തമ്മിൽ പക്ക കമ്പനി ആയിട്ടാണ് ലൈവിൽ സംസാരിക്കുന്നത്. വഴക്കും ബഹളമൊന്നും അല്ലായിരിക്കും തോന്നുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് ജയിലിലുള്ളവരൊക്കെ സംസാരിക്കുന്നത്. അത്തരത്തിലാണ് ജയിലിൽ രണ്ടാളുടെയും കോൺവെർസേഷൻ പോകുന്നത്. നന്നായി തന്നെ പോട്ടെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.